CPM ജില്ലാ സമ്മേളന നഗരിയിലേക്കുള്ള ദീപശിഖ പ്രയാണം വൈകിട്ട് ഒഞ്ചിയം രക്തസാക്ഷി സ്ക്വയറിൽ നിന്നും ആരംഭിച്ച് സമ്മേളന നഗരിയായ നാരായണ നഗറിൽ എത്തിച്ചേർന്നു. നൂറുകണക്കിന് അത്ലറ്റുകൾ അണിനിരന്ന റാലിയോടുകൂടിയാണ് ദീപശിഖ നാരായണ നഗറിൽ എത്തിച്ചേർന്നത്. സംസ്ഥാനം CPIഎമ്മിന്റെ ജില്ലാ സമ്മേളന നഗരിൽ ദീപശിഖ തെളിയുന്നതോടുകൂടി കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിന് തുടക്കം കുറിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, രണ്ട് വളണ്ടിയർമാരുടെയും രക്തസാക്ഷി കുടുംബാംഗങ്ങളും പാർട്ടി നേതാക്കളും പ്രവർത്തകരും അണിനിരന്നുകൊണ്ട് സ്നേഹാധിപത്യം ഏറ്റുവാങ്ങിക്കൊണ്ട് ദീപശിഖ യാത്രയിൽ ഈ വെളിച്ചോടെ പോലും സാക്ഷി നിർത്തിക്കൊണ്ട് സംസ്ഥാനം CPIഎമ്മിന്റെ ജില്ലാ സമ്മേളന നഗരിൽ ദീപശിഖ തെളിയുന്നതോടുകൂടി കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിന് തുടക്കം കുറിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, രണ്ട് വളണ്ടിയർമാരുടെയും രക്തസാക്ഷി കുടുംബാംഗങ്ങളും പാർട്ടി നേതാക്കളും പ്രവർത്തകരും അണിനിരന്നുകൊണ്ട് സ്നേഹാധിപത്യം ഏറ്റുവാങ്ങിക്കൊണ്ട് ദീപശിഖ യാത്രയിൽ ഈ വെളിച്ചോടെ പോലും സാക്ഷി നിർത്തിക്കൊണ്ട് നേരെ കവിത പാടിപ്പോകാ മണ്ണോമനയാ മണ്ണോടി കണ്ണൻ ചെഞ്ചോര ചിന്തിയൊരു കവിത പാടിപ്പോകാ. സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടവും വർഗീയ വിരുദ്ധ പോരാട്ടവും ശക്തിപ്പെടുത്താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് സജ്ജമാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. ഇന്ത്യയുടെ മതനിരപേക്ഷതയും ജനാധിപത്യവും സംരക്ഷിക്കാനുള്ള പോരാട്ടം അന്നവരത്തും തുടരുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് CPIഎം കോഴിക്കോട് ജില്ലാ സമ്മേളനം 29-31 തീയതികളിൽ വടകരയിൽ നടക്കുകയാണ്. കോഴിക്കോട് ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് ഒഞ്ചിയം രക്തസാക്ഷി സ്ക്വയറിൽ നിന്നും പ്രയാണം ആരംഭിച്ച CPIഎം കോഴിക്കോട് ജില്ലാ ദീപശിഖ കൊളുത്തുന്നത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സഖാവ് മോഹനൻ മാസ്റ്ററാണ്. ദീപശിഖ ഏറ്റുവാങ്ങുന്നത് സഖാവ് C. ഭാസ്കരൻ മാഷാണ്. ദീപശിഖ തെളിയിക്കുന്നത് സഖാവ് P. മോഹനൻ മാസ്റ്ററാണ്. ദീപശിഖ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സഖാവ് C. ഭാസ്കരൻ മാഷെ ക്ഷണിക്കുകയാണ്. ജില്ലാ സമ്മേളന സിന്ദാബാദ്
പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ സഖാവ് കെ മുഹമ്മദിനെ ഏൽപ്പിച്ച് അത്ലറ്റുകൾ കൈമാറിക്കൊണ്ടാണ് ഈ സമ്മേളന നഗരിയിൽ ദീപശിഖ എത്തിച്ചിട്ടുള്ളത്. സമ്മേളന നഗരിയിൽ ദീപശിഖ തെളിയിച്ചത് പാർട്ടി ജില്ലാ സെക്രട്ടറി സഖാവ് മോഹനമാഷാണ്. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാണ്. ജില്ലാ സമ്മേളനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഏറെക്കുറെ പൂർത്തിയായിരിക്കുകയാണ്. ഭൂരിപക്ഷം ജില്ലാ സമ്മേളനങ്ങളും പൂർത്തീകരിച്ച് ഇപ്പോൾ കോഴിക്കോട് ജില്ലാ സമ്മേളനം നാളെ ആരംഭിച്ച് 31-ാം തീയതി അവസാനിക്കുന്ന നിലയിൽ വലിയ നിലയിലേക്കുള്ള സംഘാടനം കൊണ്ട് ഇതിനകം തന്നെ ശ്രദ്ധേയമായിരിക്കുകയാണ്. ഇത്തവണത്തെ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന ഘട്ടത്തിൽ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും നിലവിലുള്ള രാഷ്ട്രീയ സംഭവവികാസങ്ങളൊക്കെ തന്നെ നന്നായി അറിയുന്നവരാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് കൊണ്ട് ഞാൻ അധികം വിശദീകരിക്കുന്നില്ല. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP നയിക്കുന്ന നവ ഉദാരവൽക്കരണ നയം നടപ്പിലാക്കുന്ന സർക്കാർ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2014-2019 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലുള്ളതുപോലെ BJP എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് കേവല ഭൂരിപക്ഷം കിട്ടിക്കൊണ്ടല്ല കേന്ദ്ര സർക്കാരിനെ നയിക്കുന്നത് എന്ന് നമുക്കറിയാം. എന്നാലും നയത്തിൻ്റെ കാര്യത്തിൽ ഒരടി പിറകോട്ട് പോകാതെ ചെറുന്യൂനപക്ഷം വരുന്ന അതിസമ്പന്നന്റെ താല്പര്യങ്ങൾ മാത്രം കാത്തു സംരക്ഷിക്കുന്ന ന്യൂ ലിബറൽ പോളിസി നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുകയും അതിനെതിരെ അതിശക്തമായ പ്രക്ഷോഭങ്ങൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഉയർന്നു വരികയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദ്വിമുഖ പ്രത്യേകതകളുള്ള നേരത്തെ 2 തവണ ഭരിച്ച നരേന്ദ്രമോദി സർക്കാരിൻ്റെ അതേ രീതിയിൽ ഒരു ഭാഗത്ത് നവ ഉദാരവൽക്കരണ നയമാണെങ്കിൽ ജനങ്ങളെ ഭിന്നിപ്പിച്ച് അജണ്ടകളെ വഴിമാറ്റാൻ മതവർഗീയ അജണ്ടകളെ സർക്കാർ തന്നെ സ്പോൺസർ ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇതിനെതിരെ ദൈനംദിന ജീവിത പ്രശ്നങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ച് മതവർഗീയത ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണ്. മുമ്പ് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ബ്രിട്ടീഷ് കൊളോണിയലിസ്റ്റ് ശക്തികൾ എടുത്ത അതേ നിലപാട് BJP യഥാർത്ഥ അജണ്ടകളെ വഴിമാറ്റാൻ ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് എടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് നമ്മൾ അതിശക്തമായ പ്രക്ഷോഭം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നത്. ഭാവിയിൽ ഏത് രീതിയിൽ ഈ രാജ്യത്ത് നമ്മുടെ പ്രക്ഷോഭങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകണമെന്നുള്ളത് മധുരയിൽ ചേരുന്ന പാർട്ടി കോൺഗ്രസ് നിശ്ചയിക്കുന്നതാണ്. കേരളത്തിലാണെങ്കിൽ ഇത്തവണത്തെ പാർട്ടി കോൺഗ്രസിൻ്റെ ഘട്ടത്തിൽ ഉള്ള ഒരു പ്രത്യേകത നമ്മുടെ പാർട്ടി നയിക്കുന്ന ഒരു സർക്കാർ തുടർച്ചയായി 8.5 വർഷം അതിൻ്റെ ഭരണവുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമയത്ത് കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനത്തിൽ അന്ന് നമ്മളെല്ലാം പറഞ്ഞത് നമ്മുടെ പാർട്ടി നയിക്കുന്ന ഒരു സർക്കാർ ചരിത്രത്തിലാദ്യമായി തുടർ ഭരണം 5.5 വർഷം
തുടർച്ചയായി ഭരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണെങ്കിൽ 24-ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി നമ്മൾ പറയുന്നു, നമ്മുടെ പാർട്ടി നയിക്കുന്ന ഒരു സർക്കാർ തുടർച്ചയായി 8.5 വർഷമായി നമ്മുടെ സംസ്ഥാനത്ത് ഭരണം നടത്തുന്നു. 25-ാം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായി നടക്കുന്ന ജില്ലാ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനത്തിൽ 3 വർഷം കഴിഞ്ഞ് നമ്മൾ പറയുക, നമ്മുടെ പാർട്ടി നയിക്കുന്ന ഒരു സർക്കാർ ചരിത്രത്തിലാദ്യമായി 11.5 വർഷം തുടർച്ചയായി ഭരിക്കുന്ന ഒരു സർക്കാരുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഇതെന്തെങ്കിലും അഹങ്കാരം കൊണ്ടോ അധികാരത്തിന്റെ ഭാഗമായുള്ള താൻ പ്രമാണിത്വം കൊണ്ടോ അല്ല നമ്മുടെ പാർട്ടി പറയുന്നത്. ജനങ്ങൾക്കിടയിൽ ഇടപെടുന്ന, ജനങ്ങൾക്കിടയിൽ ജലത്തിലെ മത്സ്യത്തെ പോലെ ഇടപെടുന്ന സഖാക്കൾ എന്നുള്ള നിലയിൽ നമ്മുടെ അനുഭവത്തിന്റെ ഭാഗമായിട്ട് പറയുന്നതാണ്. നമ്മുടെ പാർട്ടി നയിക്കുന്ന സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും എല്ലാ നിലയിലും ജനങ്ങൾ മനസ്സിലാക്കുകയാണ്. എന്നാൽ തുടർഭരണത്തെ അംഗീകരിക്കാത്ത വലതുപക്ഷ രാഷ്ട്രീയ ശക്തികൾ എല്ലാ നിലയിലും നമ്മുടെ ഗവൺമെന്റിനെ ഇല്ലാതാക്കാൻ, അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പാർട്ടിയെ എല്ലാ നിലയിലും ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് ഉടമകളുടെ രാഷ്ട്രീയ താല്പര്യം സംരക്ഷിക്കുന്ന മാധ്യമ സംഘങ്ങളും ഒത്തൊരുമിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ് വസ്തുത. കള്ളപ്രചരണങ്ങൾ നമ്മുടെ സർക്കാരിനെതിരെയും നമ്മുടെ പ്രസ്ഥാനത്തിനെതിരെയും നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും നാം ഓർക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഈ തവണത്തെ പാർട്ടി കോൺഗ്രസും അതിൻ്റെ മുന്നോടിയായിട്ടുള്ള സമ്മേളനങ്ങളും. ഈ നാരായണ നഗറിൻ്റെ ചരിത്രപരമായ പ്രത്യേകത ഞാൻ പറയേണ്ടതില്ല. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ഉജ്ജ്വലമായ പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മണ്ണാണിത്. ഉജ്ജ്വലമായ പോരാട്ടങ്ങൾക്കെന്ന് പറയുമ്പോൾ ദേശീയ പ്രസ്ഥാനത്തെ ശരിയായ പാതയിൽ നയിക്കുന്ന പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത സ്ഥലമാണ്. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പോരാട്ടങ്ങൾക്ക് റെഡ് വളണ്ടിയർമാർ അണിനിരന്നുകൊണ്ട് പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത പ്രദേശം കൂടി, മണ്ണുകൂടിയാണ് ഈ മണ്ണ്. അങ്ങനെ ചരിത്രപരമായ പ്രത്യേകത ഈ നാരായണ നഗറിനുണ്ട്. അങ്ങനെയുള്ളൊരിടത്താണ് ഇത്തവണത്തെ പാർട്ടിയുടെ കോഴിക്കോട് ജില്ലാ സമ്മേളനം. പാർട്ടി ഈ കോഴിക്കോട് ജില്ലയിലെടുത്ത് പരിശോധിച്ചാൽ എല്ലാ മേഖലയിലും നല്ല നിലയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പാർട്ടി അംഗങ്ങളുടെ എണ്ണം കോഴിക്കോട് ജില്ല എടുത്ത് പരിശോധിച്ചാൽ വലിയ നിലയിലേക്കുള്ള കുതിപ്പാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പാർട്ടി ഘടകങ്ങൾ, പുതിയ ലോക്കൽ കമ്മിറ്റികളും ഏരിയ കമ്മിറ്റി ഉൾപ്പെടെ വരുന്നൊരു സ്ഥിതി കഴിഞ്ഞ കുറച്ച് കാലമായിട്ടുണ്ട്. ഈ കഴിഞ്ഞ സമ്മേളനം മുതൽ ഈ സമ്മേളനം വരെ പുതിയ ലോക്കൽ കമ്മിറ്റികളും ബ്രാഞ്ചുകളും നമ്മുടെ ജില്ലയിൽ വന്നിട്ടുണ്ട്. പാർട്ടി അംഗങ്ങൾ, ഘടകങ്ങൾ ഇതൊക്കെ വർദ്ധിച്ചു എന്നുള്ളതുപോലെ തന്നെ പ്രക്ഷോഭ സമരങ്ങളിലും നമ്മുടെ ബഹുജന പങ്കാളിത്തവും ഈ ജില്ലയിൽ വർദ്ധിക്കുന്ന സ്ഥിതിയാണ് പൊതുവെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. പാർലമെന്ററി രംഗത്തും നിയമസഭാ തെരഞ്ഞെടുപ്പായിക്കൊള്ളട്ടെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളായിക്കൊള്ളട്ടെ, കേരളത്തിൽ അഭിമാനിക്കാവുന്ന നിലയിൽ കോഴിക്കോട് ജില്ല മുന്നേറിയ കാലയളവാണ് ഈ കാലയളവ് എന്നുള്ളത് ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഇനിയുമേറെ നമുക്ക് വളരാനുണ്ട്. അത്തരം കാര്യങ്ങൾ എല്ലാം ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. സാർവദേശീയ, ദേശീയ, സംസ്ഥാന രാഷ്ട്രീയ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ പാർട്ടി സംഘടനയെ എങ്ങനെയാണ് ഇനിയുമേറെ വിപുലീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കൂടുതൽ ബഹുജനങ്ങളെ അണിനിരത്തി മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കൂ എന്നുള്ളതുള്ള പരിശോധന ഈ സമ്മേളനത്തിൽ നടത്തും. ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും മാതൃകയാക്കാവുന്ന ജനാധിപത്യ പാത സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ് CPIM. സമയബന്ധിതമായി സമ്മേളനം നടത്തുന്നു എന്നുള്ളത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ്. സമയബന്ധിതമായി സമ്മേളനം നടത്തുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ആ നടത്തുന്ന സമ്മേളനങ്ങളിൽ ഓരോ ഘടകങ്ങളിലും ചർച്ചകൾ ചെയ്യുന്നു. ലോക്കൽ സമ്മേളനം മുതൽ കമ്മിറ്റികളെ തിരഞ്ഞെടുക്കുന്നു. എല്ലാം ജനാധിപത്യപരമായിട്ടാണ്. ജനാധിപത്യപരമായി ചർച്ച ചെയ്ത് കാര്യങ്ങൾ തീരുമാനിക്കും. സ്വയം വിമർശനവും നമ്മുടെ സമ്മേളനങ്ങളുടെ സൗന്ദര്യമാണ്. സ്വയം വിമർശനവും നമ്മുടെ സമ്മേളനങ്ങളിൽ ഉയർന്നു വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അത് ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും മാതൃകയാക്കാവുന്ന നിലയാണ്. പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സമ്മേളനങ്ങൾ നടത്തിയിട്ട് തന്നെ കാലം കുറേ. ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ കിടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ CPIMന്റെ സമ്മേളനം എന്ന് പറയുമ്പോൾ ഒരു വല്ലാത്ത പ്രയാസമാണ് പല പ്രസ്ഥാനങ്ങൾക്കും. ഒരു കണക്കിന് ഒരു ഭരണകക്ഷി എന്നുള്ള നിലയിൽ കോൺഗ്രസ് പോലുള്ള പാർട്ടികൾ സംഘടനാ സമ്മേളനം നടത്താതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇന്ന് കേരളം ഇന്ത്യയിൽ ക്രമസമാധാന പരിപാലനത്തിൽ നമ്പർ 1 സ്റ്റേറ്റാണ്. അതിൽ പിറകോട്ട് പോകാൻ കോൺഗ്രസ് പോലുള്ള പാർട്ടികൾ സമ്മേളനം നടത്തിയാൽ കാരണമായി മാറും.
തമ്മിലടിയും ഗ്രൂപ്പ് പോലും ചക്കളിത്തി പോരാട്ടവും കൊണ്ട് വലതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സമ്മേളനം പോലും നടത്താൻ പറ്റാത്ത സ്ഥിതി വരുമ്പോഴാണ് ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും മാതൃകയാക്കാവുന്ന നിലയിൽ എല്ലാ ജനാധിപത്യ മര്യാദകളും പാലിച്ചുകൊണ്ട് CPIM അതിൻ്റെ സമ്മേളനം നടത്തുന്നു. അതിൻ്റെ ഭാഗമായി കോഴിക്കോട് ജില്ലാ സമ്മേളനം ഉജ്ജ്വലമായ സംഘാടനം കൊണ്ട് ഇതിനകം തന്നെ ശ്രദ്ധേയമായി. ആ സമ്മേളനത്തിൻ്റെ നാളെ ആരംഭിക്കുന്ന പ്രതിനിധി സമ്മേളനം നമുക്കൊക്കെ അറിയാം. പോളിറ്റ് ബ്യൂറോ മെമ്പർ കൂടിയായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഇത് രാപ്പകലിൽ അധ്വാനിച്ച് ഈ സമ്മേളനം വിജയകരമായി മാറ്റി തീർക്കാൻ ഇടപെട്ട എല്ലാവരെയും പ്രത്യേകം അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുകയാണ്. അഭിവാദനങ്ങൾ.